ഹലോ, നമ്മൾ ഇന്ന് ഒരുപാട് ദൂരം യാത്രയൊക്കെ ചെയ്ത് കറുപ്പ് കൃഷിയൊക്കെ നടത്തുന്ന കറുപ്പ് കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി അതെങ്ങനെയാണെന്നത് കണ്ടു. അവിടുന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ചിത്തൂർഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ ചിത്തൂർഗഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. സ്ഥലത്തിന്റെ പേരാണ് ചിത്തൂർഗഡ് ഫോർട്ട് എന്ന് പറയും. സാക്ഷാൽ പത്മാവതി, നമ്മൾ പത്മാവതി സിനിമ കണ്ടില്ലേ? പത്മാവതി സിനിമയുടെ ആ ഒരു കഥാപാത്രം ഇവിടെ നിന്നുണ്ടായിരുന്നു. പത്മാവതി സിനിമയിലെ സെയിം അതേ പത്മാവതിയുടെ കോട്ടയും പ്രണയവും ഒക്കെ നടന്ന ജീവിതം നടന്ന പ്രണയത്തിന് വേണ്ടിയിട്ടും ഫ്രീഡത്തിന് വേണ്ടിയിട്ടൊക്കെ യുദ്ധം ചെയ്ത, സ്വന്തം നാടിന് വേണ്ടി യുദ്ധം ചെയ്ത പത്മാവതിയുടെ സ്വന്തം സ്ഥലത്ത്, സ്വന്തം നാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചിത്തൂർഗഡിൽ ഒരുപാട് സിനിമകൾ, ബോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോനം കപൂറും സാക്ഷാൽ സൽമാൻ ഖാനും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ച് പ്രേം രത്തൻ ധൻ പായോ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. അതുപോലെ തന്നെ എന്റെ ഫേവറേറ്റ് സിനിമയായ ഏയ് ജവാനി ഹേ ദിവാനി സിനിമ ഷൂട്ട് ചെയ്തതും അതിന്റെ കുറച്ച് രംഗങ്ങൾ സീന ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലവും ആ കൊട്ടാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 700 ഏക്കറോളം നീളത്തിനാണ് കുന്നും പ്രദേശം നിൽക്കുന്നത്. ഈ കുന്നും പ്രദേശത്തിന്റെ മുകളിലാണ് കൊട്ടാരങ്ങളൊക്കെ പണിയെഴുപ്പിച്ചിരിക്കുന്നത്. ഒന്നും രണ്ടും കൊട്ടാരങ്ങളൊന്നുമല്ല കേട്ടോ, ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്. ധീരന്മാരുടെ കോട്ടയായ ചിത്തൂർഗഡ് ധീരതയുടെയും പ്രണയത്തിന്റെയും കഥകളാൽ പ്രതിധ്വനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഒരു കുന്നിന്റെ മുകളിലുള്ള ഈ കൂറ്റൻ കോട്ട രാജ്യത്തെ തന്നെ ഏറ്റവും അഭിമാനകരമായ ഒന്നായി കണക്കാക്കപ്പെടും. കൂടാതെ അതിന്റെ മഹത്തായ ഭൂതകാലത്തിന് പേര് കേട്ടതും ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ചില യുദ്ധങ്ങൾക്ക് ഇത് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. കോട്ടയിലേക്കുള്ള പാതയെ പറ്റി പറയുകയാണെങ്കിൽ കുത്തനെയുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു കയറ്റമാണ് കേട്ടോ. 7 വലിയ കവാടങ്ങളിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തുകൂടെ നമ്മൾ പോകേണ്ടത്. ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കോട്ടയുടെ പിൻവശത്തെ വഴിയാണ് കേട്ടോ. ഈ ഒരു വഴി എന്ന് പറയുന്നത് ഇതുപോലെ ടാർട്ടർ റോഡ്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ റിയൽ മുൻവശത്തെ ആ ഒരു വലിയൊരു കവാടവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ എൻഡിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇത് 2 എപ്പിസോഡായിട്ട്, ഐ മീൻ ഞാൻ 2 3 തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഒറ്റയടിക്ക് നമുക്ക് ഈ ഒരു കോട്ടയും ഈ ഒരു സ്ഥലങ്ങളും ചുറ്റി നടന്ന് കാണാനായിട്ട് പറ്റില്ല, പ്രയാസമാണ്. അപ്പം 2-3 തവണയായിട്ട് ഞാൻ വന്നിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലങ്ങളും കോട്ടയും സ്ഥലങ്ങളും എല്ലാം വീഡിയോ എടുത്തത്. അപ്പോൾ 2-3 ചില ആദ്യത്തെ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ മിസ് ചെയ്ത ഭാഗങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മൊത്തം നിങ്ങൾ കാണുക. പിൻവശത്തെ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ന് പറയുന്ന വാച്ച് ടവറുകളിലും കൂട്ടൻ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൂർത്ത വാതിലുകളും ഒക്കെ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു വലിയൊരു കോട്ടയാണ് കേട്ടോ. വ്യത്യസ്തമായ രജപുത്ര വാസ്തുവിദ്യാ ശൈലികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാം. കാരണം 3 ഭരണാധികാരികൾ ഭരിച്ച ഒരു കോട്ടയാണിത്. അപ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തത ഈ കോട്ടയിൽ ഉണ്ടെന്ന് താൻ. ഇതിനകത്ത് ഓരോരോ വാതിലുകൾക്കും ഓരോരോ പേരാണ് അവർ ഇട്ടേക്കുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹനുമാൻ പോൾ, ഒന്ന് ഗണേഷ് പോൾ, ഒന്ന് ജോധാ പോൾ, ലക്ഷ്മൺ പോൾ, അങ്ങനെ പ്രധാനമായിട്ടുള്ള കവാടത്തിൻ്റെ പേര് രാം പോൾ. അങ്ങനെ ഓരോ കവാടങ്ങൾക്കും ഓരോരോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ പോളിന് ഒരു പോളെന്ന് ഉദ്ദേശിക്കുന്ന കവാടം നടത്തുന്നത്. അതുപോലെ തന്നെ ഓരോ പോളിന് സമീപത്തായിട്ടും ഓരോ ഡോറിന് സമീപത്തായിട്ടും ഓരോ സ്മാരകങ്ങൾ വച്ചിട്ടുണ്ട് അവർ. അതുപോലെ ഓരോ പോളിന്റെ സൈഡിൽ ഇപ്പോൾ മുഗളർക്കെതിരെ ചിത്തോറിന്റെ പ്രതിരോധിക്കുന്നതിനിടെ ജീവൻ ബലിയർപ്പിച്ച ഒരു ധീരനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ജയ്മൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ കാലയുടെയും അതുപോലെ തന്നെ സ്മരണയ്ക്കായിട്ട് വച്ചിട്ടുള്ള സ്മാരകങ്ങൾ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു വേണം നമുക്ക് യാത്ര ചെയ്യാൻ. ഗുരുതരമായിട്ട് പരിക്കേറ്റ ജയ്മലിനെ കിടക്കയിൽ മരിക്കാൻ വിടാതെ അദ്ദേഹത്തിന്റെ കസിൻ കൈകളിൽ എടുത്ത് യുദ്ധത്തിലേക്ക് കൊണ്ടുപോവുകയും മാതൃകപരമായിട്ടുള്ള ധൈര്യം കാണിക്കുകയും അങ്ങനെ ഇരുവരും ചേർന്ന് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് മരിച്ചു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്മാരകത്തിലൂടെ അവർ വിവരിക്കുന്നത്. റാംപോളിന് 16 വയസ്സ് മാത്രം പ്രായമുള്ള വിവാഹിതനായ ഭട്ട എന്ന് പറയുന്ന ഒരാളുടെ സ്മാരകം വച്ചിട്ടുണ്ട്. ഭട്ട എന്ന് പറയുന്ന ചിത്തൂർഗഡിനെ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ യുദ്ധത്തിലേക്ക് പറഞ്ഞയക്കുന്നതുവരേക്കും അദ്ദേഹത്തിന്റെ ഭാര്യ, അമ്മ യുദ്ധകളത്തിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ മുന്നിൽ യുദ്ധം ചെയ്തിരിക്കുകയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ അന്ന് അവർ നേരിട്ട കഠിനമായ പോരാട്ടവും അതൊക്കെ ചേർന്ന് സ്നേഹത്തിന്റെയൊക്കെ പ്രതീകരമായിട്ടുള്ള സ്മാരകങ്ങളാണ് ഓരോ കവാടത്തിന്റെ മുന്നിലും സൈഡിലായിട്ട് അവർ വച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്നതും വിവരിക്കുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ വിവരിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടില്ല, പക്ഷെ വന്ന് കാണുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. അതുപോലെ തന്നെ ഈ കോട്ടയുടെ നമ്മൾ ഈ കോട്ടയിലേക്ക് മുകളിലേക്ക് കയറുന്ന വഴികളിൽ കാണുന്ന ഓരോ കവാടത്തിൻ്റെയും സൈഡിലായിട്ട്
ഓരോരോ സ്മാരകങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ സ്മാരകങ്ങൾക്കും ഉള്ള ആൾക്കാരെ പറ്റിയിട്ട് സ്മരിക്കുമ്പോൾ അവർക്കും പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരെല്ലാവരും യുദ്ധകളത്തിൽ ഫൈറ്റ് ചെയ്ത് മരിക്കുമ്പോൾ ഇവരുടെ ഭാര്യമാരും അമ്മയും പെങ്ങളും കുട്ടികളും ഒക്കെ അവര് ഈ കോട്ടയ്ക്കുള്ളിൽ അവരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും യവന്മാരെ തിരിച്ചടിക്കുമ്പോൾ ഈ സ്ത്രീകളെ അവർ വെറുതെ വിടില്ല എന്നുള്ള കാര്യം അന്നത്തെ രാജാവായ റാവലിന് അറിയാമായിരുന്നു. അപ്പോൾ റാവൽ സിംഗ് അന്നത്തെ പത്മാവതിയും റാവൽ സിംഗും ചേർന്ന് നടത്തിയ ഒരു യുദ്ധം എന്ന് പറയുന്നത് പ്രണയത്തിന്റെ മാത്രമല്ല കേട്ടോ, ഫ്രീഡത്തിന്റെയും കൂടി വലിയൊരു കഥ തന്നെയാണിത്. അപ്പോൾ അവരും ഈ ജോഹർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ സതി എന്ന് പറഞ്ഞ സംഭവത്തിൽ അവരും ആത്മഹത്യ ചെയ്യാനുണ്ടായത്. അവരുടെ ജീവനും പണയം വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ ചിത്തൂർഗട്ട് കോട്ട എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ അക്ബർ വന്ന് കീഴടക്കി എന്ന് പറഞ്ഞാലും സുൽത്താൻ വന്ന് കീഴടക്കി എന്ന് പറഞ്ഞാലും ഒരിക്കലും പത്മാവതിയുടെയും റാവൽ സിംഗിന്റെയും ഫൈറ്റിൽ അത്ര വരില്ല, അവരുടെ പ്രണയത്തിന്റെ അത്ര വരില്ല. ഇവിടെ ജോഹർ ചെയ്ത സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ സ്ഥലം ഇപ്പോൾ മണ്ണിട്ടൊക്കെ മൂടിയിരിക്കുകയാണ്. അതിനും കാരണമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്കതിനെ പറ്റിയിട്ട് കൂടുതലായി വിവരിക്കാൻ കേട്ടോ. അതുപോലെ ഇതിൻ്റെ അകത്താണ് വിജയസ്തംഭം ഒക്കെ ഉള്ളത്. ഈ കോട്ടയ്ക്കകത്താണ് വിജയസ്തംഭത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 1440-ലാണ്. ഓക്കെ, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. 7-ാം നൂറ്റാണ്ടിലെ മൗര്യന്മാരും തുടർച്ചയായ മേവാർ ഭരണാധികളും ഏറ്റുമുട്ടുകയും അതിലേക്ക് കൂടുതൽ സംഭാവനകൾ ചേർത്ത് കോട്ടയ്ക്ക് 3 തവണയാണ് കോട്ടയിൽ മാറ്റം സംഭവിച്ചത്. അതുകൂടാതെ 3 തവണ കോട്ട നശിക്കുകയും ഉണ്ടായി. എന്നാൽ ഓരോ തവണയും ചിത്തൂർഗട്ടിന്റെ അജയ്യമായ ആത്മാവ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു തന്നെ നിന്നിരുന്നു. നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തുകൊണ്ടേയിരുന്നു. 1303-ൽ ചിത്തൂർഗട്ടിലെ ആദ്യമായി ഫൈറ്റ് ചെയ്ത വ്യക്തി അലാവുദ്ദീൻ ഖിൽജിയാണ് കേട്ടോ. റാണി പത്മിനിയുടെ, നമ്മൾ ആ സിനിമ കണ്ടിട്ടുണ്ടാവും, പത്മാവതി എന്ന് പറഞ്ഞ സിനിമയിൽ ഏറെക്കുറെ രൺവീർ സിംഗും ദീപിക പദുക്കോണും ഒക്കെ ചേർന്ന് അതിഗംഭീരമായിട്ട് ചിത്തൂർഗഡ് എന്താണെന്നും പത്മാവതി എന്താണെന്നും ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സിനിമ ഒന്ന് കണ്ടോ. ആ സിനിമയും ഇതും തമ്മിൽ ജീവിച്ചിരിക്കുന്ന കുറേ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മളും കുറേയൊക്കെ അതിൻ്റെ അകത്തൊക്കെ ആയിപ്പോയില്ലേ. അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലും ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് മാറ്ററിലോട്ട് വരാം. 1303-ലാണ് ആദ്യമായിട്ട് അലാവുദ്ദീൻ ഖിൽജ ഇവിടെ ഈ കോട്ടയും കൊട്ടാരങ്ങളും രാജകുമാരിയും ഇവിടെ കാണിച്ചു വരുന്നത് കേട്ടോ. റാണി പത്മിനി എന്ന് പറയുന്ന സുന്ദരിയായ അന്നത്തെ രാജകുമാരി അലാവുദ്ദീൻ ഖിൽജ അവരിൽ ആകർഷിക്കപ്പെടുകയും അവളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ചിത്തൂർഗഡിനെ ആക്രമിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് കുറേ സ്റ്റോറികൾ ഇങ്ങനെ വരുന്നത്. പക്ഷേ റാണി പത്മിനി എന്ന് പറയുന്ന സ്ത്രീ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജിക്ക് മുന്നിൽ കീഴടങ്ങുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി അവരെന്ത് ചെയ്തു, അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഭടന്മാരുടെ ഭാര്യമാർക്കൊപ്പം ആദ്യമായിട്ട് ജൗഹർ എന്ന് പറയുന്നത്, അതായത് സ്വയം ആത്മഹത്യ ചെയ്യുക, ആദ്യമായിട്ട് സതി എന്ന് പറയുന്ന സംഭവം നടപ്പാക്കിയ സ്ത്രീയാണ് റാണി പത്മിനി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പത്മിനി പാലസിലാണ് കേട്ടോ. അവർ ശ്രീലങ്കക്കാരിയാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പുള്ളിക്കാരത്തി അവിടുന്ന് വിവാഹം കഴിച്ചുകൊണ്ട് റാവൽ സിംഗ് ഇവിടെ കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. റാണി അവരുടെ കൊട്ടാരത്തെ പറ്റി പറയുകയാണെങ്കിൽ ചിത്തൂർഗട്ട് കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പത്മിനിയുടെ പേരിലുള്ള ഒരു കൊട്ടാരമാണ്. മേവാറിലെ രാജ്ഞിയായ റാണി പത്മിനിയായും അലാവുദ്ദീൻ ഖിൽജിയുടെ ഐതിഹാസികമായ ചിത്തൂർഗട്ട് ഉപരോധവുമായൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് പത്മിനി പാലസ് എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജി റാണി പത്മിനിയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ച് ഉള്ള ഒരു കഥയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരത്തെ കാണാനായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ഇവിടെയായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നത്. അങ്ങനെയും ഈ കോട്ട വളരെ പ്രസിദ്ധമാണ്. അലാവുദ്ദീൻ ഖിൽജിക്ക് റാണി പത്മിനിയെ കണ്ടേ തീരൂ എന്നുള്ള അടങ്ങാനാവാത്ത ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നപ്പോൾ റാണി പത്മിനി എന്താ ചെയ്തത്, എന്നാൽ ശരി എൻ്റെ ഒരു പ്രതിബിംബം നിങ്ങൾക്ക് കണ്ണാടിയിലൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ നൈസായിട്ട് ആ താമരക്കുളത്തിൽ നിന്നുകൊണ്ട്, താമരക്കുളത്തിലെ ആ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെ ഒരു ചെറിയൊരു മിററിൽ അവരുടെ പ്രതിബിംബം കാണിച്ചു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഖിൽജി അത് കണ്ടിട്ട് തൃപ്തനൊന്നും ആയില്ല. കോട്ട പിടിച്ചടക്കി പുള്ളിക്കാരത്തി അങ്ങ് തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമമാണ് പുള്ളിക്കാരൻ നടത്തിയത്. പക്ഷെ അത് വിജയിച്ചില്ല. 3 നിലകളിലായിട്ടുള്ള വെളുത്ത നിറത്തിലുള്ള ഒരു കെട്ടിടമാണ് ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത്. ചുറ്റും ഒരു താമരക്കുളമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ താപനില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാസ്തുവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ചെറിയൊരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ചൂടുള്ള സമയങ്ങളിലൊക്കെ ഇത് തണുപ്പ് നൽകുവാനായിട്ട് ഇത് സഹായിക്കും. നല്ല രസമുണ്ട് ഇങ്ങനൊരു സംഭവം കുളത്തിൻ്റെ നടുവിലായിട്ടൊരു ചെറിയൊരു സംഭവം അല്ലേ, നല്ല രസമുണ്ട് കാണാൻ.
അതുകൂടാതെ തന്നെ ചിത്തൂർഗഡ് ഉപരോധം പത്മിനിയെ കൈവശപ്പെടുത്താനുള്ള ഖിൽജിയുടെ ആഗ്രഹം കോട്ട ഉപരോധിക്കുന്നതിലേക്ക് നയിക്കുകയും റാണി പത്മിനിയുടെ മറ്റ് രജപുത്ര സ്ത്രീകളെയും കീഴടക്കുന്നതിന് അവർ ശ്രമിക്കുകയും പത്മാവതി ജൗഹർ ചെയ്തു എന്നുള്ള കഥയും ഒക്കെ ഈ ഒരു കൊട്ടാരത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. വാസ്തുവിദ്യാ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രദേശത്തെ ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് ആശ്വാസം നൽകുന്നതിനായിട്ട് വായു സഞ്ചാരം കൂടുതൽ നൽകാനായിട്ട് തുറന്ന ചുമരും ചുറ്റും ജലാശയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. രജപുത്ര അഭിമാനത്തിൻ്റെയും വീരത്തിൻ്റെയും ചിത്തൂർഗഡിലെ സ്ത്രീകളുടെയും ത്യാഗത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് പത്മിനി കൊട്ടാരം നിലകൊള്ളുന്നു എന്നും വേണമെങ്കിൽ പറയാം. ചിത്തൂർഗഡ് കോട്ടയ്ക്കുള്ളിലെ സ്ഥാനം എന്ന് പറയുന്നത് കോട്ട സമുച്ചയത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഘടന എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കിയത് 19-ാം നൂറ്റാണ്ടിലെ പുനരുദ്ധാരണത്തിലൂടെയാണ്. ഇത് പലപ്പോഴായിട്ട് പുനർനിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. പത്മിനി കൊട്ടാരം 1302-നും 1303-നും ഇടയിൽ ഭരിച്ചിരുന്ന മേവാറിന്റെ ഭരണാധികാരിയായിരുന്ന റാവൽ രത്തൻ സിംഗിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇവിടെ റാണി പത്മിനി താമസമാക്കിയത് എന്ന് പറയപ്പെടുന്നു. അത് അവരുടെ പേരിലാണ്, അവർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് കേട്ടോ. ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജ ചിത്തൂർഗഡിനെ ആക്രമിച്ചതിന് ശേഷം റാണി പത്മിനി നടത്തിയ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഈ കൊട്ടാരം. പാറക്കെട്ടുകളിൽ ഉയർന്നു നിൽക്കുന്ന ചിത്തൂർഗഡ് കോട്ടയുടെ മധ്യഭാഗത്താണ് 2 നിലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്മാരകം വളരെ ശക്തമായിട്ട് പ്രണയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കോട്ട എന്ന് വേണമെങ്കിൽ ഞാൻ വിശേഷിപ്പിക്കും. താമരക്കുളത്തിൻ്റെ നടുവിലായിട്ടുള്ളൊരു കോട്ട. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നേ, അന്ന് നമുക്ക് രാജാക്കന്മാർ എന്ത് റൊമാൻറ്റിക്കാണല്ലോ. ചിത്തൂർഗഡ് കോട്ട പര്യവേഷണം ചെയ്യുന്നവർ തീർച്ചയായിട്ടും പത്മിനി കൊട്ടാരവും സന്ദർശിക്കേണ്ട ഒന്നാണ് കേട്ടോ. മേവാർ സാമ്രാജ്യത്തിൻ്റെ രജപുത്രന്മാരുടെ സാഹസികതയുടെയും ത്യാഗത്തിൻ്റെയും കഥകൾ കേൾക്കാൻ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്ക് ചിത്തൂർഗഡ് സന്ദർശിക്കാവുന്നതാണ്. അലാവുദ്ദീൻ ഖിൽജ കൊട്ടാരം പിടിച്ചെടുക്കുമ്പോൾ രജപുത്ര സ്ത്രീകൾ ജീവൻ ബലിയർപ്പിച്ച സ്ഥലമാണ് പത്മാവതി കൊട്ടാരം എന്നും പറയപ്പെടുന്നു. അപമാനം നേരിടുന്നതിനു പകരം പോരാടാനോ മരിക്കാനോ ഉള്ള അവരുടെ വിശ്വസ്തമായ ശക്തിയേറിയ ആ ഒരു അടയാളമാണ് പത്മിനി പാലസ് എന്ന് വേണമെങ്കിൽ പറയാം. പരിസരത്തുള്ള മറ്റ് കൊട്ടാരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പത്മിനി കൊട്ടാരം വളരെ ചെറുതാണ്. പക്ഷേ റാണി പത്മിനിയുടെ സൗന്ദര്യം, ബുദ്ധിശക്തി, ആകർഷണീയത, അവരുടെ അസാധാരണമായ ബുദ്ധി, അവരുടെ അവസാനവുമായി ബന്ധപ്പെട്ട ദാരുണമായ കഥ എന്നിവ കാരണം ഇത് വളരെ ആകർഷിക്കപ്പെടുന്ന ഒന്നായി കണക്കാക്കപ്പെടുന്നു കേട്ടോ. ഈ ഒരു സ്മാരകം നമ്മൾ കാണുമ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ സമ്പന്നമായ ഒരു ചരിത്രം, ഈ ഒരു കൊട്ടാരം നമ്മൾ സന്ദർശിക്കുമ്പോൾ അന്നത്തെ സമ്പന്നമായ ആ ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പത്മിനി കൊട്ടാരത്തെ അവരെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ റാണി പത്മിനി എന്ന് പറയുന്ന സിംഗാർ രാജാവായ ഗന്ധർവാസന്റെ മകളും റാവൽ രത്തൻ സിംഗിന്റെ 2ാമത്തെ ഭാര്യയുമായിരുന്നു റാണി പത്മിനി എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. റാവൽ രത്തൻ സിംഗ് പത്മിനിയുടെ സൗന്ദര്യവും ബുദ്ധിശക്തിയും എന്നിവയെക്കുറിച്ചുള്ള കഥകൾ കേട്ടിരുന്നു എന്നും സിംഗാർ പര്യവേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ അവളെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം വളരെ എന്താ പറയുക, അവരെ കണ്ട് മയങ്ങിപ്പോയി എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതിനുശേഷം അദ്ദേഹം അവളെ വിവാഹം കഴിക്കുകയും ചിത്തൂർഗഡിലേക്ക് കൊണ്ടുവന്നുവെന്നും ജീവിതകാലം മുഴുവൻ അവൾ താമസിച്ചിരുന്നത് പത്മിനി കൊട്ടാരത്തിലായിരുന്നു എന്നും ഒക്കെയാണ് ഐതിഹ്യം പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഐതിഹ്യം അനുസരിച്ച് രാഘവ് ചേതൻ എന്ന സംഗീതജ്ഞൻ ഒരു മന്ത്രവാദിയാണെന്ന് കരുതി രാജ്യത്തിന് നാടുകടത്തപ്പെടുകയും അദ്ദേഹത്തിന്റെ പ്രതികാര ബുദ്ധിയോടെ രാഘവ് ചേതൻ അലാവുദ്ദീൻ ഖിൽജയെ കണ്ടുമുട്ടിയെന്നും അവരുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചപ്പോൾ അലാവുദ്ദീൻ അവളെ കാണാൻ കൊതിച്ചു എന്നും ഖിൽജി റാവൽ രത്തൻ സിംഗിന്റെ ഭാര്യയായ റാണി പത്മിനിയെ കാണാനായിട്ട് ഇവിടെ ചിത്തൂർഗഡിൽ വരികയും ഇത് രജപുത്രർക്ക് വെറുപ്പായി മാറുകയും പിന്നീട് അതൊരു യുദ്ധത്തിലേക്ക് കലാശിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. രജപുത്രർ തങ്ങളുടെ കോട്ടയെയും സ്ത്രീകളെയും രക്ഷിക്കാൻ കഠിനമായിട്ടാണ് അന്ന് അവർ പോരാടി കേട്ടോ. പക്ഷേ റാവൽ രത്തൻ സിംഗിന് യുദ്ധത്തിൽ മരിച്ചുപോയി, അദ്ദേഹം കൊല്ലപ്പെട്ടു. ഖിൽജിയും അനുയായികളും തങ്ങളോട് മോശമായി പെരുമാറാൻ അനുവദിക്കുന്നതിന് പകരം കോട്ടയ്ക്കുള്ളിലെ സ്ത്രീകൾ ജീവത്യാഗം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. റാവൽ രത്തൻ സിംഗ് മരിച്ചതറിഞ്ഞ നിമിഷം തന്നെ റാണി പത്മിനി വലിയൊരു തീകുണ്ടിലേക്ക് അവർ ചാടുകയും ബാക്കിയുള്ള സ്ത്രീകളും
എല്ലാവരും അവരെ പിന്തുടരുകയാണ് ചെയ്തത്. അങ്ങനെ ജീവൻ ബലിയർപ്പിച്ചു അവരങ്ങനെ. എന്തൊക്കെയാണല്ലേ. അപ്പോൾ ആദ്യത്തെ സതി എന്ന് പറയുന്ന നമ്മൾ പഠിച്ചിട്ടില്ലേ, സതി നടപ്പിലാക്കി, സതി നിർത്തലാക്കി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അത് ആദ്യത്തെ സ്ത്രീ അവരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എത്രയോ നൂറുകണക്കിന് സ്ത്രീകൾ മരിച്ച ഒരു സ്ഥലമാണ് ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം. അതും കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളും ഒന്ന് പെടയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പത്മിനിയെ പറ്റി പറയാനുള്ളത്. പത്മിനി കൊട്ടാരത്തിൻ്റെ വാസ്തുവിദ്യകളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചിത്രഗഡ് കോട്ടയുടെ മധ്യഭാഗത്തിൽ 3 നിലകളായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. താമരക്കുളത്തിന് നടുവിലായിട്ട് വിശാലമായ മുറികളോട് കൂടിയിട്ടുള്ള അകത്തേക്ക് നയിക്കുന്ന ഒരു കിടങ്ങ്, നിരവധി ജലാശയങ്ങൾ, വിശാലമായ മുറികൾ, ഒരുപാട് എന്താ പറയുക, മുകളിലത്തെ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ചുമർ ചിത്രങ്ങൾ, ചുമരിൽ കണ്ണാടിക്കായിട്ടൊരു ചെറിയൊരു മുറി വെച്ചിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജി റാണി പത്മിനി തൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ കണ്ടത് ഈ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരുപാട് കഥകൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അങ്ങനെ പത്മിനി കൊട്ടാരം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരിയുള്ള സമയമാണ് കേട്ടോ. ആ ഒരു സമയത്ത് നിങ്ങൾ സന്ദർശിക്കുന്നത് വളരെ അനുയോജ്യമായിട്ടുള്ള സമയമായിരിക്കും. പകൽ മുഴുവനും പ്രസന്നമായ ഒരു കാലാവസ്ഥയായിരിക്കും. നിങ്ങളൊരു 200 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് കണ്ടു തീരത്തില്ല. ഒരുപാട് കൊട്ടാരങ്ങളും ഒക്കെ ഇവിടെ കാണാനായിട്ടുണ്ട്.